ഡയറ്റ് ഡേ 5 ആണ് കേട്ടോ കാണിക്കണേ. ഇത്തിരി വൈകി പോയിട്ടുണ്ടല്ലേ വീഡിയോ. എന്നാലും നമ്മുടെ ഡയറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുള്ളത് ഒരു റോബസ്റ്റ്. ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഈ ചെയ്യുന്ന ഡയറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഒരു ക്രാഷ് ഡയറ്റ് എന്നാണ്. ക്രാഷ് ഡയറ്റ്സ് കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആണെന്ന് മാത്രമല്ല ലോങ് ടൈമിൽ നിങ്ങളിപ്പോൾ ലോസ് ചെയ്ത വെയിറ്റ് റീബൗണ്ട് ചെയ്ത് വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇല്ല, ഫാറ്റ് ഇല്ല, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല, മാക്സിമം എക്സ്ട്രീമായിട്ടുള്ള കാലറി ഡെഫിസിറ്റിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മണ്ടത്തരത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഒരു ഫാറ്റ് ലോസ് അല്ല, നിങ്ങളുടെ വെയിറ്റ് കുറയും, ഉറപ്പായിട്ടും കുറയും. പക്ഷേ വെയിറ്റ് കുറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന വാട്ടർ ലോസ് ആണ്, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മസിൽ ലോസ് ആണ്, നിങ്ങളുടെ ബോൺ ഡെൻസിറ്റിയിലുണ്ടാകുന്ന കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ വെയിറ്റ് കുറച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ഒരു കാര്യമേ പറയാം. മസിൽസ് വീക്കാവുന്ന കാരണം നിങ്ങളുടെ സ്ട്രെങ്ത്, സ്റ്റാമിന, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി എന്നിവയിലെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. ആൻഡ് ലോങ് ടൈമിൽ നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ആളായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതൊന്നുമില്ലാതെ ഹെൽത്തി ആയിട്ടൊരു ഫാറ്റ് ലോസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു.